അപ്പോൾ ദാ ഗൈസ്, ഞാൻ എപ്പോഴും എൻ്റെ മോർണിംഗ് ഈസി ആക്കാനും റിലാക്സ്ഡ് ആക്കാനും ഞാൻ കിച്ചണിൽ നിന്നാണ് കേട്ടോ തുടങ്ങുക. അതായത് മെയിൻ തിങ് കുക്കിംഗ് ആണ്. അതായത് ചോറിനുള്ള കറികൾ അല്ലെങ്കിൽ ചപ്പാത്തി, അങ്ങനെയൊക്കെ നമുക്ക് കുറേ കറികൾ വേണമല്ലോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ചിലതൊക്കെ ഞാൻ നൈറ്റ് തന്നെ പ്രിപ്പയർ ചെയ്താലേ എനിക്ക് രാവിലത്തേക്ക് സമയം കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അതിനായിട്ട് തന്നെ എനിക്ക് സമയം പോവും. അപ്പോൾ ഞാൻ കുക്കിംഗ് ആണ് മെയിനായിട്ട് തലേ ദിവസം, അതായത് നൈറ്റ് പ്രിപ്പറേഷൻസ് മോർണിംഗിന് വേണ്ടിയിട്ട്. അപ്പോൾ കുക്കിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മസാലക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ, വെണ്ടക്ക, തക്കാളി മസാലക്കറി. ഞാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ, വെണ്ടയ്ക്കയും ഉള്ളിയും നേരത്തെ ഒന്ന് വഴറ്റി മാറ്റി വെക്കുക. പിന്നെ വേറൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വഴുതനങ്ങ വഴറ്റിയെടുക്കുക. അതിന് ശേഷം കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ കുറച്ച് അധികം വേണം കേട്ടോ, അതാണ് ഞാൻ ഇപ്പോൾ ഒന്നും കൂടി ഒഴിച്ചത്. എണ്ണ കുറച്ച് അധികം വേണം. അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. നല്ലോണം വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ വഴറ്റുമ്പോൾ അതിനുശേഷം വഴറ്റി കഴിഞ്ഞിട്ട് അതിന് ശേഷം വെണ്ടയ്ക്ക, ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിടുക. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അതിന് ശേഷം വെണ്ടയ്ക്ക ഇടുക, തക്കാളി ഇടുക. വെണ്ടയ്ക്കല്ല, വഴുതനങ്ങയും തക്കാളിയും നീളത്തിൽ അരിയുക. എന്നാലാണ് ടേസ്റ്റ്. നമ്മളിത് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ നമ്മൾ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ എന്താ പറയുക, ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഈ കറി ചെയ്യുന്ന ഇടയ്ക്ക് എനിക്കിപ്പം മസാല, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ യൂസ് ചെയ്ത ശേഷം അപ്പോൾ തന്നെ ഞാൻ ആ പാത്രങ്ങളെല്ലാം എടുത്ത് ഞാൻ എടുത്ത സ്ഥലത്ത് തന്നെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഞാൻ ടൈം ലാഭിക്കും കേട്ടോ. ടൈം ലാഭമെന്നല്ല, നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവരൊക്കെ നമ്മളെടുത്തിട്ട് ആ സാധനങ്ങൾ കിച്ചൺ ഫുള്ളും നമ്മൾ ആ കറി കഴിയുന്ന വരെ ആ സാധനങ്ങൾ പുറത്തായിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. യൂസ് ചെയ്ത് കഴിഞ്ഞപാടെ എടുത്ത് വെക്കുക. അപ്പോൾ കറി ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ വഴറ്റിയ ശേഷം എണ്ണ കുറച്ച് അധികം ഒഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. വഴറ്റിയ ശേഷം അടച്ചു വെക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ തക്കാളിക്കും ഉള്ളിക്കും വഴുതനയ്ക്കും എല്ലാം മാറ്റി വെച്ചിരുന്ന പാത്രങ്ങളില്ലേ, എല്ലാം പാത്രങ്ങളും കഴുകാനുള്ള എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് കഴുകുക കേട്ടോ. ആ ഒരു ടൈം ഗ്യാപ്പിൽ, അതായത് കറി ആവുന്ന ടൈമിൽ നമ്മളത് കറി ആവണം വരെ വെയിറ്റ് ചെയ്യണേക്കാട്ടിലും നല്ല കിട്ടുന്ന ടൈമിൽ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുക. അപ്പോൾ നമുക്ക് വേറെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ലാഭമാവും. പാത്രങ്ങൾ ഒരിക്കലും പിന്നത്തേക്ക് വെക്കാൻ പാടില്ല കഴുകാനായിട്ട്. അപ്പോഴേ കഴുകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതുവരെ ഉണ്ടായ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയെടുക്കുകയാണ്. പിന്നെ സിങ്ക് എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കാൻ നോക്കുക കേട്ടോ. എനിക്ക് എപ്പോഴും സിങ്ക് ക്ലീനായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. പാത്രങ്ങൾ ഞാൻ വെക്കൂല. സിങ്ക് ആണെങ്കിലും അതെ, എന്നും രാത്രി ഞാൻ കഴുകിയിട്ട് കിടക്കാറുള്ളൂ. എന്താ വെച്ചാൽ കിച്ചണാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരിത്. എന്താ വെച്ചാൽ രാവിലെ നമ്മൾ എണീച്ചിട്ട് നമ്മൾ ആദ്യം കിച്ചണിൽ നിന്നാണ് തുടങ്ങുക അല്ലേ. അപ്പോൾ കിച്ചൺ രാവിലെ തന്നെ വലിച്ചു വാരി ഇട്ടിരിക്കണ ഒരു കാഴ്ച കണ്ടാൽ നമ്മൾ അന്നത്തെ ദിവസം പോക്കാണ്. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട് കേട്ടോ. ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എനിക്ക് രാവിലെ കണ്ടപാടെ എനിക്ക് അന്നത്തെ ദിവസം പോക്കാണ്, അതായത് വർക്ക് ചെയ്യാൻ തോന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു. ഇപ്പുറത്ത് കറി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അതിന് വഴറ്റി കൊടുത്തിട്ട്. ഇത് ചോറിനും കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ കാലത്ത് ദോശയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ദോശയ്ക്കും ആകും ചോറിനും ആകും. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വെക്കും. എന്താ വെച്ചാൽ അപ്പോൾ എടുത്തിട്ട് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വെക്കുന്നതിനെക്കാട്ടിലും നല്ല ഉപ്പ് നമ്മളെപ്പോഴും പിന്നെ ടേസ്റ്റ് ചെയ്യും നോക്കുമല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കുള്ളൂ, ഉപ്പൊക്കെ എടുത്ത് വെക്കുള്ളൂ. എല്ലാം ആയ ശേഷം ഞാൻ ഉപ്പ് എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ അതുവരെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥലത്ത് എടുത്ത് വെക്കുകയാണ്.
ഇതാ അതുപോലെ അങ്ങ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ എല്ലാം ഒന്നൊന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുക്കിംഗ് എനിക്ക് ഇത്രയേ ഉള്ളൂ, വേറെ കുക്കിംഗ് ആയിട്ടൊന്നുമില്ല. എനിക്ക് സൈഡ് ഡിഷ്, അതായത് പച്ചടി പോലത്തെ എനിക്ക് പച്ചടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോറിന് വേറെ സൈഡ് ഡിഷ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. 2-3 ദിവസത്തേക്കുള്ളത് ഞാൻ നേരത്തെ, അതായത് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ടൈം ലാഭിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ടൈം ലാഭിക്കണത് കേട്ടോ. എന്നിട്ട് ആ വൈറ്റ് കളർ കണ്ടത് മാവാണ്, അരിമാവാണ്. 2 ദിവസത്തേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വരാൻ കേട്ടോ. എൻ്റെ ലിവിങ് റൂമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ്. എല്ലാവരും ഒന്ന് ടൈം മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുക. അതായത് ഈ ടൈം തൊട്ട് തുടങ്ങിയിട്ട് ഈ ടൈം വരെ എൻ്റെ വർക്കെല്ലാം തീർക്കണം എന്നൊരു ഗോൾ വെക്കുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതൊരു മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കും. അപ്പോൾ അത് ഏട്ടൻ വന്നു. ഏട്ടന് നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ദോശയും കട്ടൻ ചായയും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ കറിയും കൊടുത്തട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക്. എന്നിട്ടിപ്പോൾ അതിന് ശേഷം ഏട്ടന് ഫുഡ് കൊടുത്ത ശേഷം ഞാൻ പൂജാമുറി വൃത്തിയാക്കി വെക്കുകയാണ്. കിച്ചൺ രാവിലെ എണീച്ച് വന്ന പാടെ ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞ പോലെ രാവിലെ നമ്മൾ കുളിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ പൂജാമുറിയും ഇങ്ങനെ എന്താ പറയുക, അഗർബത്തിയുടെ പൊടിയും ഉണങ്ങിയ പൂവും പിന്നെ ധൂപത്തിൻ്റെ ആ പൊടിയും എല്ലാം ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ഉണ്ടായിരിക്കും അല്ലേ, ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ രാവിലെ ആ വൃത്തിയാക്കുന്ന ആ ടൈം നമുക്ക് ഇപ്പോൾ ലാഭിക്കാം. രാത്രിയിൽ തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് രാവിലെ എണീച്ച് കുളിച്ച് ഡയറക്റ്റായിട്ട് വന്ന് വിളക്കത്തിക്കാം. അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. വൃത്തിയാക്കുമ്പോൾ ആ ഒരു സമയം പോവും. ഇപ്പോൾ ചിലപ്പോൾ രാവിലെ സപ്പോസ് എണീക്കാൻ ലേറ്റായി, വിളക്കൊക്കെ കത്തിക്കണം, നമുക്ക് വീട് വൃത്തിയാക്കാൻ സമയം കിട്ടൂല. പൂജാമുറി വൃത്തിയാക്കാൻ സമയം കിട്ടൂല. വെറുതെ വിളക്ക് കത്തിച്ചിട്ട് എന്താ, നമുക്കൊരു തൃപ്തി തോന്നില്ല അല്ലേ. അപ്പോൾ തലേ ദിവസം തന്നെ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഈസി ആയിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് തുണികൾ കണ്ടോ. ഞാൻ അധികം തുണികൾ വെക്കാറില്ല. എനിക്ക് പണ്ട് വല്ലാത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ കൂട്ടി വെക്കും. എല്ലാം കൂട്ടി വെച്ചിട്ട് എന്താ പറയുക, എല്ലാം ഒരു ദിവസം, അതായത് എനിക്ക് കിട്ടുന്ന ആകെ ഒരു ഒഴിവ് സൺഡേ മാത്രമാണ്. സൺഡേ ഇരുന്ന് അങ്ങ് കഴുകും. അപ്പോൾ എനിക്ക് ലീവ് കിട്ടിയ പോലെ തോന്നൂല കേട്ടോ സൺഡേ. അപ്പോൾ സൺഡേ ഫ്രീ ആയിട്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ സാറ്റർഡേ എടുക്കാൻ നോക്കാം കേട്ടോ, എൻ്റെ സൺഡേ ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ തുണികൾ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുളിക്കാൻ പോയപ്പോൾ തന്നെ തുണികളെല്ലാം ഞാൻ കഴുകിയിട്ടു. കുളിച്ച് വന്ന ശേഷമാണ് കേട്ടോ സമാധാനം. രാത്രിയിൽ പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് ഉറങ്ങാനൊരു പ്രത്യേക സുഖമാണ്. ഭയങ്കര ചൂടല്ലേ. ബാംഗ്ലൂരൊക്കെ പണ്ടത്തെ കാലാവസ്ഥ ഭയങ്കര നല്ലതായിരുന്നു. ഇപ്പോൾ വീണ്ടും നാട്ടിലത്തെ പോലെ തന്നെ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. രാവിലെയും വൈകുന്നേരം കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. 2 നേരം അല്ലെങ്കിലും കുളിക്കാറുണ്ട്. ഇപ്പോൾ 3 നേരം കുളിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ പുറത്ത് നിൽക്കാം കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു. അതായത് ഇടയ്ക്കൊന്ന് മഴ, അതായത് ചെറുതായിട്ടൊന്ന് പെയ്തില്ല എന്നൊരു രീതിക്ക് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ മണ്ണിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ പുറത്ത് നിന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് ഞാൻ ഡ്രസ്സ് പ്രിപ്പയർ ചെയ്യാണ്. എനിക്കെന്നും സാരിയാണ് ഉടുക്കേണ്ടത്. ഞാൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാരിയാണ് എൻ്റെ ഡ്രസ്സ്. എല്ലാ ദിവസവും സാരിയാണ് ഉടുത്തിട്ട് പോകാൻ. അപ്പോൾ അതും കൂടിയും നോക്കണം കേട്ടോ. ഞാൻ രാവിലെ സാരി ഉടുക്കാൻ ഒന്നാമത് സാരി ഉടുക്കാൻ എനിക്ക് സമയം കിട്ടൂല. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ രാത്രി ഇങ്ങനത്തെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞ് രാവിലെ ഈസി ആക്കാം. അപ്പോൾ സാരി ഞാൻ എടുത്ത് വെച്ചു. അതിനുള്ള അതായത് ക്രീംസ്, ലിപ്സ്റ്റിക് അതൊക്കെ ഞാൻ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ ഈസി ആയിരിക്കും. രാവിലെ ഒന്നും തപ്പിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ലാക്മേയുടെ
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ നൈറ്റ് പ്രിപ്പറേഷൻസ്. നാളെ രാവിലെ എൻ്റെ ഈസി മോർണിംഗ് ആയിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.